ദൈവത്തിൻ്റെ ദാസന്മാർക്ക് വല്ലതും കൊടുക്കുന്നത് വലിയ കാര്യമായി നിങ്ങൾ കാണരുത്. പ്രൈസ് ദി ലോർഡ്. അത് ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന ഭിക്ഷയല്ല, അത് ഞങ്ങൾ വാങ്ങിക്കുന്ന ഭിക്ഷയല്ല, പിന്നെയോ അത് ഞങ്ങളുടെ അധികാരമാണ്, അത് ഞങ്ങളുടെ അവകാശമാണ്. അതെന്താണ് അധികാരവും അവകാശവും? ബാക്കി കേട്ടോണം. വാക്യം 11. ഞങ്ങൾ ആത്മീകമായത് നിങ്ങൾക്ക് വിതച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? ഐഹികമായത് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ലെന്ന് ഈശോടെ ചേർത്ത് പറഞ്ഞാൽ, നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയം ഒരു ദൈവദാസന്റെ കരുത്തിൽ കൊടുത്ത് അവൻ ആ വിഷയത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷമായി ആ പ്രശ്നം മാറാതെ നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. പലയിടത്ത് പോയി പലത് ചെയ്തിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു വിശ്വാസത്താൽ വന്നിട്ട് ഒരു ദൈവദാസനോട് പറയണം, ദൈവദാസനെ എൻ്റെ പ്രശ്നം ഇത്, എത്ര കിട്ടിയാലും കടം മാത്രമേ ബാക്കിയുള്ളൂ, ദൈവദാസനൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കി നിന്റെ സാമ്പത്തിക മേഖലയ്ക്കകത്തൊരു വർധനമുണ്ടാക്കുമ്പോൾ ആ വർദ്ധിച്ച് കിട്ടുന്നതിനകത്തു നിന്ന് 10 തുട്ട് തരുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് പിച്ച തരുവാന്ന് വിചാരിക്കരുത്. സ്തോത്രം. ഞങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നത് ഭിക്ഷയല്ല, അത് ദൈവദാസന്റെ അധികാരമാണ് എന്നൊരു ബോധ്യത ഇന്ന് കൊടുക്കുന്ന പ്രിയ ജനത്തിന്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകട്ടെ.